ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സമങ്ക. എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു. ഇന്ന് മുതൽ നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 499 കോഡ് സെറ്റിന് ഒരുപാട് എൻക്വയറീസ് ആണ് ഇപ്പോഴും വരുന്നത്. റേറ്റ് ചേഞ്ച് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞിട്ടും ഇപ്പോഴും 499 കളക്ഷൻസ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജസ് ഒരുപാടാണ് വരുന്നത്. അതേപോലെ തന്നെ ഹോൾസെയിലിൻ്റെയും റീസെല്ലിങ്ങിൻ്റെയും ഒക്കെ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് പുതിയ കുറേ അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് നോക്കാം കേട്ടോ. എല്ലാ കളക്ഷൻസും നമുക്ക് 499 പർച്ചേസ് ചെയ്യാനുള്ളൊരു ചാൻസ് നമ്മൾ അവൈലബിൾ ആക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആർക്കും 499 കളക്ഷൻ കിട്ടിയില്ല എന്നുള്ളൊരു പരാതി വേണ്ട. ക്വാണ്ടിറ്റി ആയിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തേക്കുന്നത്. പക്ഷേ ലിമിറ്റേഷൻ ഉണ്ട്. ലിമിറ്റഡ് ടൈമിലേക്ക് മാത്രമായിരിക്കും നമുക്ക് ഒരു ഓഫർ സെയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി മുതൽ എല്ലാ ദിവസവും 5 മണിക്കായിരിക്കും നമ്മുടെ വീഡിയോ വരിക. ഇന്നൊരു ഇത്തിരി ലേറ്റായി പോയി, പക്ഷേ നാളെ മുതൽ 5 മണിക്ക് നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. എന്താണെങ്കിലും 5-നും 5:30 ഇടയ്ക്കായിട്ട് നമ്മുടെ വീഡിയോ വരുവേ. രാത്രി 12 മണി വരെ നിങ്ങൾക്ക് 499 നമ്മുടെ കോഡ് സെറ്റുകളെല്ലാം തന്നെ 499 പർച്ചേസ് ചെയ്യാനുള്ളൊരു ചാൻസ് നമ്മൾ അവൈലബിൾ ആക്കുകയാണ്. അതിനുശേഷം 12 മണിക്ക് ശേഷം വരുന്ന എല്ലാ ഓർഡേഴ്സും റേറ്റ് ചേഞ്ച് ആയിരിക്കും. അപ്പോൾ കുറച്ച് ടൈമിലേക്ക് നമ്മൾ 499 അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2 കളക്ഷൻസാണ് കാണിക്കുന്നത്. വത്തിക്കാൻ്റെയും റയോണിൻ്റെയും കോഡ് സെറ്റുകളാണ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് വെറൈറ്റി ഇല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫോക്കസ് കൊടുക്കുന്നത് റേറ്റിൽ തന്നെയാണ്. ഒരുപാട് വെറൈറ്റീസ് ട്രൈ ചെയ്യുന്നില്ലെങ്കിലും ഈ ഒരു കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഇതുപോലുള്ള കളക്ഷൻസ് നമ്മളെ തരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കല്ല് 750-നും 850-നും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള കോഡ് സെറ്റുകളാണ് 499-നൊക്കെ നമ്മൾ അവൈലബിൾ ആക്കുന്നത്. ഇത്രയും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റുന്നത് ഈ ഒരു ബൾക്ക് പ്രൊഡക്ഷൻ കാരണമാണ്. അപ്പോൾ ഈ ഒരു ബൾക്ക് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ബൾക്ക് പ്രൊഡക്ഷനിൽ കയറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് വെറൈറ്റീസ് ഒരുപാട് കൊണ്ടുവരാത്തത്. പക്ഷേ എല്ലാവരുടെയും ഒരു സജഷൻസൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ആ ഒരു റൈറ്റ് ടൈം വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ എല്ലാ പാറ്റേണും ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വത്തിക്കാൻ്റെ കോഡ് സെറ്റാണ്. നമുക്ക് കാണാം കോഡ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2 വത്തിക്കാൻ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള 2 A-ലൈൻ കോഡ് സെറ്റുകളാണ് നമ്മൾ കാണിക്കുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് എൻ്റെ കയ്യിലുള്ള ഈ ഒരു പ്രിൻ്റാണ്. 2 കളറിലാണ് നമുക്ക് ഈ ഒരു കോഡ് സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീസെല്ല് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്കൊരു ഗ്രൂപ്പുണ്ട്, പക്ഷേ അത് അത്ര കറക്റ്റായിട്ട് ആക്റ്റീവായിട്ട് പോകുന്നില്ല. ഈ ഒരു ബിസി ഷെഡ്യൂളിൽ നമുക്കത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു കണ്ടീഷനുള്ളതുകൊണ്ടാണ് നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്റ്റാറ്റസ് ആയിട്ട് നമ്മൾ ഫോട്ടോസ് പുതിയ കളക്ഷൻസ് എല്ലാം തന്നെ സ്റ്റാറ്റസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പുതിയ കളക്ഷൻസിൻ്റെ ഫോട്ടോസ് കിട്ടും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് റീസെല്ല് ചെയ്യാം. പക്ഷേ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള A-ലൈൻ കോഡ് സെറ്റാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൂടി ഇനി വരാനുണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. A-ലൈൻ കുർത്തി വിത്ത് പലാസോ ബോട്ടമാണ് വരിക. ഇതേപോലാണ് ബോട്ടം വരുന്നത്. ഫുള്ളി എലാസ്റ്റിക് വേസ്റ്റ് ബാൻഡോട് കൂടിയിട്ടുള്ള പലാസോ ബോട്ടമാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കിയാൽ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ്. അതിൽ തന്നെ ഫോയിൽ പ്രിൻറ്റിൻ്റെ ഹൈലൈറ്റിങ്ങോടെ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഫ്ലോറൽ ഡിസൈൻ എല്ലാം തന്നെ ഫോയിൽ പ്രിൻറ്റിൻ്റെ ഹൈലൈറ്റിങ്ങോടെ വരുന്നുണ്ട്. റൗണ്ട് നെക്കിലാണ് ഈ ഒരു കളക്ഷൻ വരുന്നത്. കൂടുതലായിട്ട് എല്ലാവരും യൂസ് ചെയ്യും, എല്ലാ നെക്കും എല്ലാവർക്കും സ്യൂട്ടാവില്ല. അപ്പോൾ റൗണ്ട് നെക്ക് അതുകൊണ്ടാണ് വലിയൊരു റിസ്ക് ഇല്ലാത്തൊരു നെക്ക് പാറ്റേൺ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ റൗണ്ട് നെക്ക് തന്നെയാണ് എല്ലാ കളക്ഷൻസിലും വരുന്നതെന്നൊരു പരാതിയുണ്ട്. റൗണ്ട് മാത്രമല്ല, അല്ലാത്തുള്ള നെക്കുകൾ നമുക്ക് വരുന്നുണ്ട്. കൂടുതലായിട്ട് റൗണ്ട് നെക്കിലാണ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. വിത്തൗട്ട് ലൈനിങ്ങിൽ വന്നിട്ടുള്ള A-ലൈൻ കോഡ് സെറ്റാണ്. 46-47 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. 3/4 സ്ലീവാണ് വരുന്നത്. ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് 38-39 ഇഞ്ചോളം ബോട്ടം ലെങ്ത് വരുവേ. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. രണ്ടും നല്ല ഷെയ്ഡ്സാണ്. എല്ലാ സ്കിൻ ടോണുകാർക്കും സ്യൂട്ടാവുന്ന രീതിയിലാണ് ഈ 2 ഷെയ്ഡും വന്നിട്ടുള്ളത്. കോമൺ കളേഴ്സാണ്, പക്ഷേ മെറൂണും നേവി ബ്ലൂ ഒക്കെ എന്ന് പറഞ്ഞാൽ എവർ ടൈം ഷെയ്ഡ്സാണ്. അപ്പോൾ ഇതൊന്നും അടുപ്പം വരാത്ത ഷെയ്ഡ്സാണ്. അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത്. ഒരു വേറെ ചെയ്താലുള്ളൊരു ലുക്ക് ഇതേപോലെയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കോളൂ, ഇങ്ങനെയാണ് വരിക കേട്ടോ. ഫോയിൽ പ്രിൻറ്റിൻ്റെ ഹൈലൈറ്റിങ് വരുന്നുണ്ട്. വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു സ്ലിറ്റ് വരും. ഇനി ഇതിൽ ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൂടെ വരും. നമുക്കതിൻ്റെ പ്രോസസ്സിങ് നടക്കുകയാണ്, ഫിനിഷ് ആയിട്ടില്ല. ഓക്കെ, ഇതെങ്ങനെ വരിക കേട്ടോ.
ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതേപോലെ എലാസ്റ്റിക് വേസ്റ്റ് ബാൻഡോട് കൂടിയിട്ടുള്ള പലാസോ ബോട്ടമാണ്. ഇന്നത്തെ അടുത്ത കളക്ഷൻ വരുന്നതും വത്തിക്കാൻ്റെ തന്നെ കോഡ്സെറ്റാണ്. നല്ല പ്രീമിയം വത്തിക്കാൻ സിൽക്കിൽ വന്നിട്ടുള്ള 2 പ്രിൻറ്റിലാണ് ഈ ഒരു കോഡ്സെറ്റുകൾ വന്നിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ വരും. നമ്മുടെ വത്തിക്കാൻ്റെ ഒക്കെ കോഡ്സെറ്റ് ഒരുപാട് പേര് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചിട്ടോ ഡീറ്റെയിലിംഗ് ഒന്നും ഞാൻ അധികം എടുത്ത് പറയേണ്ട കാര്യമില്ല. ഒത്തിരി പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പ്രിൻറ്റ് വരുന്നത് ഇങ്ങനെയാണ്. നല്ലൊരു പർപ്പിൾ ഷെയ്ഡ്, ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് ഈ ഒരു കളർ വരുന്നത് കേട്ടോ. ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരിക. അതൊരു ഫ്ലോറൽ പാറ്റേൺ ആണെങ്കിൽ ഇത് കൂടുതലായിട്ടൊരു ലീഫ് പാറ്റേണിലാണ് ഈ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളത്. ഇതിലും ഇനി ബട്ടൻ്റെ ഡീറ്റെയിലിങ്ങും വരാനുണ്ട്. 2 ദിവസം കൂടുതൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഫിനിഷ് ആവണതിന് മുന്നേ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്. കണ്ടില്ല, ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരിക കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ്. ഉറപ്പായിട്ടും എല്ലാ സ്കിൻ ടോണുകാർക്കും സ്യൂട്ട് ആവുന്ന കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശ്വസിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരിക. 2 ഷെയ്ഡും ഒന്നിനൊന്നിനും മെച്ചമാണ്. ഇതിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. പിന്നെ ഒരു ഓഫീസ് വെയർ ആയിട്ടും അതേപോലെ തന്നെ ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ്. അത്രയ്ക്ക് കംഫർട്ടായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. 499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇന്ന് രാത്രി 12 മണി വരെ നിങ്ങൾക്ക് ഈ കളക്ഷൻ എല്ലാം തന്നെ 499 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ സ്റ്റാർട്ടിംഗ് പ്രൈസാണ് കേട്ടോ 499 വരിക. XXL സൈസ് വരെയാണ് നമുക്ക് 499 വരുന്നത്. ഷിപ്പിംഗ് എക്സ്ട്രാ വരും കേട്ടോ. അതേപോലെ തന്നെ അതിനുശേഷം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് 599 രൂപ പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ നല്ലൊരു ചാൻസാണ്, മിസ്സാക്കാണ്ട് തന്നെ പർച്ചേസ് ചെയ്തോളൂ. മാക്സിമം ആ ഒരു ടൈമിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ പ്രൊഡക്റ്റൊക്കെ വത്തിക്കാൻ്റെ കോഡ്സെറ്റുകളൊക്കെ എത്രയാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ 499 എന്ന് പറയുന്നത് നല്ലൊരു ബെസ്റ്റ് ഡീലാണ്. അപ്പോൾ മാക്സിമം ആ ഒരു ടൈമിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് ശേഷം നമുക്ക് ആ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ നമുക്ക് ലാർജ് തൊട്ട് 4XL സൈസിൽ വരെ ഈ കളക്ഷൻസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. ലാർജ് തൊട്ട് XXL സൈസ് വരെ നമ്മുടെ റേറ്റ് വരുന്നത് 499 ആണ്. അതിനുശേഷം നമുക്ക് റേറ്റിൽ ചേഞ്ചസ് വരും. 3XL 4XL നമുക്ക് റേറ്റിൽ വ്യത്യാസം വരും. 50 രൂപ എക്സ്ട്രാ വരുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഓഫർ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 599 രൂപയാണ് ഈ ഒരു കളക്ഷൻ്റെ റേറ്റ് വരുന്നത്. XXL സൈസ് വരെ. 3ക്കും 4നും നമുക്ക് എക്സ്ട്രാ ചാർജ് 50 രൂപ വരും. ഓക്കെ. അപ്പോൾ ഈ കളക്ഷൻ എല്ലാം തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നത് കൊണ്ട് തന്നെ റീസെല് ചെയ്യുന്നവർക്ക് അവിടെ നിന്ന് ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാം. റീസെല് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് കേട്ടോ. ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഒരു ഡിസൈനിൻ്റെ ഒരു സെറ്റ്, മിനിമം ഒരു സെറ്റെങ്കിലും പർച്ചേസ് ചെയ്യണം. അതല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള 10 പീസ് പർച്ചേസ് ചെയ്താലേ ഹോൾസെയിൽ റേറ്റിൽ അവൈലബിൾ ആവുള്ളൂ. പിന്നെ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടൊക്കെ പ്ലാനിങ്ങിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് നമ്മൾ ഈ 10 പീസ് എന്നുള്ളത് ഒരു 5 പീസിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം, ലിമിറ്റഡ് ടൈമിലേക്ക് മാത്രമേ നമുക്ക് ഈ കളക്ഷൻസ് എല്ലാം അവൈലബിൾ ആയിരിക്കുള്ളൂ. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ഹോൾസെയിൽ ഷോപ്പുകൾക്കാണ് സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈമിലേക്ക് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളൂ. എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോൾസെയിൽ ഷോപ്പിലേക്ക് പോകും. അപ്പോൾ ആ ഒരു കുറഞ്ഞ ടൈമിൽ നമുക്ക് എല്ലാവർക്കും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ കളക്ഷൻസ് കൊടുക്കാൻ പറ്റണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഇങ്ങനെ ഒരു കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊരു കളക്ഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കൊടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. ഒരുപാട് ഇതുപോലുള്ള 499 കളക്ഷൻസ് വരുന്ന സമയത്ത് നല്ലൊരു റഷ് വരാറുണ്ട്. അപ്പം നമുക്കൊരു സഡൻ റിപ്ലൈ ഒന്നും തരാൻ വേണ്ടിയിട്ട് പറ്റാറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. വെബ്സൈറ്റിൽ നമുക്ക് റേറ്റിൽ കുറച്ചൊരു ഡിഫറൻസ് വരും. കാരണം ഈ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഒക്കെ കുറച്ച് എക്സ്ട്രാ ചാർജ് വരുന്നുള്ളത് കൊണ്ട് ആ ഒരു റേറ്റ് കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും വെബ്സൈറ്റിൽ പ്രൈസ് വരിക. വലിയ ഡിഫറൻസ് വരില്ലെങ്കിൽ പോലും ചെറിയ മാർജിൻ ഡിഫറൻസുകൾ വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിലേതെങ്കിലും ഒരു കളക്ഷൻ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് വഴിയും അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയും കോൺടാക്ട് ചെയ്യാം. ഹോൾസെയിൽ പർച്ചേസിന് വേണ്ടിയിട്ടും കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ അനില. ടേക്ക് കെയർ ആൻഡ് ബൈ.